ടു കാസ്റ്റോണ്ടർ മീഡിയ. ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ട്രെയിലർ റിയാക്ഷനാണ്. വൺസ് മോർ സ്റ്റാറിങ് അർജുൻ ദാസ്, അതിഥി ശങ്കർ, സോണ ഒരിക്കൽ, പിന്നെ ഡയറക്റ്റഡ് ബൈ വെങ്കടേഷ് ശ്രീകാന്ത്, മ്യൂസിക് ബൈ ഹിഷാം അബ്ദുൽ വഹാബ്. ഇത്രയാണ് സിനിമ കുറിച്ച് അറിയാവുന്നത്. അത്യാവശ്യം ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു. ഒരു വർഷം തോന്നുന്നു ഈ സിനിമയുടെ അനൗൺസ്മെൻറ്റ് വന്നിട്ട് ഇപ്പോഴാണ് ഇറക്കാൻ പോകണമെന്ന് തോന്നുന്നു. അവിടെ നാളെ. പിന്നെ ഇതിൽ ഹനാൻഷയുടെ തമിഴ് ഡെബ്യൂട്ട് എന്തോ കേട്ടോ ആദ്യം പാടണ, ഐ മീൻ സിംഗിങ് ഡെബ്യൂട്ട്. ആക്ടിങ് വൈസ് ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. എന്തായാലും ഇനി ആരൊക്കെ ഉണ്ട് ആരൊക്കെ ഇല്ല എന്നുള്ളതൊക്കെ ട്രെയിലർ കണ്ട് നമുക്കറിയാം. അപ്പോൾ ആരംഭിക്കലാമാ. 3, 2, 1 ഫ്രം മില്യൺ ഡോർ സ്റ്റുഡിയോസ്. அதித்தி சங்கர், அர்ஜுன் தாஸ். என் பாட்டி எப்போ சொல்லு? நீ மதர் டெரேசா? உன் பாட்டி எனக்கு எப்படி தெரியும்? எங்க மதர் டெரேசா பாட்டி சொல்லு. ஹாய் ஹாய் ஹாய். இங்க என்ன பண்ற? லவ் பண்றேன். உனக்கு தான் தெரியும்ல, காலேஜ் எனக்கு ஒன்று பிடிக்கும். அஞ்சலி, நீ தப்பான பின்னாடி சுத்த டைம் வேஸ்ட் பண்ணாத. ஓ, நீ அந்த மாதிரி டைப்பா? I can't stand it. DOP Aravind Vishal, ஸ்ட்ரைட்டா வந்து குதிச்ச மாதிரி. I love you. editor எனக்கு நம்பி எப்படி சொல்றது? நான் எப்போ பண்ணுன்னு சொல்கிறேன். காலையில் மெல்ல பார்த்துக்கலாம். ஃபர்ஸ்ட் டேட் பண்ணலாம். அதுக்கெல்லாம் ரெடி இல்லை. ரகு, இப்போ நீ ரிலேஷன்ஷிப்பில் இருக்கியா? സോണാലിക്കൽ ഇവളുടെ ഫസ്റ്റ് തമിഴ് പടോട്ട്. ഇതിനു മുമ്പ് അത് ആൻ്റണിയുടെ അനിമപ്പയുടെ പടത്തിലാണ് ഡെബ്യൂട്ട് ചെയ്തത്. 7 ஜன்மம். இது உனக்கானவங்க தான் தோணுது. சினிமாவில் வர மாதிரி கட் அண்ட் ரைட்டாக விஷயத்தை சொல்லிட வேண்டியதுதானே? ரகு, நான் நீ நினைக்கிற பொண்ணு இல்லை. ப்ளீஸ் என்னை விட்டு ரகு. பத்மக்ரா, இந்த லவ் ஹீலிங் லோட்டிலோஸ் ദേവദർശൻ ഉണ്ട്. என்னை விட்டுட்டு போ. நான் அவனை துரத்தி வரதுனால தானே எனக்கு கிராண்டடாக எடுத்துக்கிறேன். இவன் நிஜமா அவ்வளோ காதல்? வா, ஃப்ளாஷ் நியூஸ். நான் ஒரு வேளை உன்னை துரத்தி வரதை நிறுத்திட்டேன், என்ன பண்ணுவேன்? நீ நிறுத்த மாட்டேன். ஒரு வேளை நிறுத்திட்டா நான் உன்னை தேடி வருவேன். ഇതാണ് ഡയറക്റ്റഡ് ബൈ വെങ്കടേഷ് ശ്രീകാന്ത്. വൺസ് മോർ റിലീസിംഗ് ഓൺ ഓഗസ്റ്റ് 28. പൊളിമോനെ. എന്തായാലും എനിക്ക് പേഴ്സണലി ട്രെയിലർ ഇഷ്ടപ്പെട്ടു. ഓഗസ്റ്റ് 28 ഒരു 26 ടോക്സിക് കിടപ്പുണ്ട്. അതിൻ്റെ ട്രെയിലർ റിയാക്ഷൻ ആണെങ്കിൽ ബ്ലാക്ക് ആയിപ്പോയി. എന്തിനോട്ട് കോപ്പി റൈറ്റ് അടിച്ച് ബ്ലാക്ക് ആയി കിടന്നു. മറ്റേ രവി ബസ്റൂറാണ് അവിടെ കിട്ടിയിരുന്നു തല്ലിക്കൊല്ലായിരുന്നു. അത് പടം പറഞ്ഞിട്ട് എൻ്റെ കൂടെയാണ് ക്ലാഷ്. 2 ദിവസം കഴിഞ്ഞാൽ ഇത് കാണും. പൊളിക്കട്ടെ. ഒരു മിനിറ്റ്, ഇതിൻ്റെ കൂടെയാണ് തോന്നുന്നു മറ്റേ കരാട്ടെ ബാബുവും പിന്നെ ഏതായിരുന്നു മറ്റേ ശിവജയതയുടെ ഒരു പടം ഉണ്ടായിരുന്നല്ലേ ട്രെയിൻ എന്ന് പറഞ്ഞിട്ട്. അതും പറഞ്ഞിരുന്നു, പക്ഷെ അത് മാറ്റിയോ എന്നൊരു സംശയം ഇല്ലാതില്ല ഇതൊക്കെ കണ്ടിട്ട്. കാരണം അതിൻ്റെ ട്രെയിലറും ഇട്ടിട്ടില്ല, ഒരു തേങ്ങയും ഇട്ടിട്ടില്ല. മാറ്റിയെന്ന് പറഞ്ഞോട്ടെ നമുക്കൊക്കെ കുട്ടികൾ എന്തെങ്കിലും ഇട്ട്. എന്തായാലും ട്രെയിലർ ഗുഡ്സ് നൈസ്. തിയേറ്ററിൽ പോയി കാണാൻ പറ്റട്ടെ എന്ന് വിചാരിക്കാം. എന്തായാലും അർജുൻ ദാസിനും വലിയൊരു കംബാക്ക് വേണം. മീൻസ് അങ്ങനെ ഹീറോ ആയിട്ട് ഞാൻ അനീതി എന്ന് പറഞ്ഞൊരു പടം കണ്ടിട്ടുണ്ട്. അത് എനിക്ക് പേഴ്സണൽ ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നാലും അയാൾക്ക് ചെറിയൊരു പൊട്ടൻഷ്യൽ ഉണ്ട് നായകനായിട്ട്. അത് ഇതിലൂടെ കാണിക്കുന്നത് പ്രതീക്ഷിക്കാം. പക്ഷേ ഞാൻ പോകണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ അത് നമ്മൾ സഹായിക്കുക. അപ്പോൾ ബൈ ഓൾ ഹെയിൽ ദ വേൾഡ്.